നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഭൂപതിവ് ചട്ട ഭേദഗതിയെ ഖജനാവ് നിറയ്ക്കാനുള്ള ഉപാധിയായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂമാൻ കോളേജിൽ NCCയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ നഗരസഭ തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ K. ദീപക് ഗാന്ധി സ്ക്വയറിലുള്ള രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇടുക്കി ജില്ലാതല ശുചീകരണ യജ്ഞം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭൂപതിവ് ചട്ട ഭേദഗതിയെ ഖജനാവ് നിറയ്ക്കാനുള്ള ഉപാധിയായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്കും കാർഷിക പ്രതിസന്ധിക്കും പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് അടിമാലി സെയിന്റ് ജോർജ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിക്കും. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഇവർ നോക്കിയില്ല. ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കണ്ടത്. സത്യസന്ധമായി പറഞ്ഞാൽ അതാണ് ഈ തരം മാറ്റം, ഈ പറയപ്പെടുന്നത് ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാക്കി ഇതിനെ കണ്ടു. അതിനുശേഷം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് വല്ല ഒന്നുമുണ്ടോ? ഈ ഖജനാവ് നിറയ്ക്കാൻ ഈ ഫൈൻ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ കേരള സംസ്ഥാനം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ കൊള്ളക്കാണ് നടക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഫൈൻ അടയ്ക്കൽ ക്രമവൽക്കരണത്തിന്റെ പേരിൽ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ തോന്നിവാസം അവർക്ക് വേണ്ടുന്ന രീതിയിൽ പല സൗജന്യങ്ങളും ഇതിനകത്ത് ചെയ്യും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്കും കാർഷിക പ്രതിസന്ധിക്കും പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിക്കും. പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും ഉന്നയിക്കാൻ അവസരമുണ്ട്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുമെന്നും ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. നാൾക്കുനാൾ ഇടുക്കിയിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇടുക്കിയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കോൺക്ലേവിനെ കാണുന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി, ഇടുക്കിയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള ഒരു ഓപ്പൺ ഫോറം എന്നുള്ള നിലയിലാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി MP എന്നുള്ള നിലയിൽ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ സംഘാടക സമിതിയുടെ സഹായം മാത്രമാണ് DCCയും അതുപോലെ മറ്റു നേതാക്കന്മാരും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇതിലേക്ക് എല്ലാ ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യുക. ഈ പറയപ്പെടുന്ന ഈ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് തലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇടുക്കിയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളെ ഈ ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം ചെയ്യും. അവിടെ പൊളിറ്റിക്സ് ഇല്ല, മറ്റു തരത്തിലുള്ള നിബന്ധനകളോ ഒന്നുമില്ല. പങ്കെടുക്കാൻ പറ്റുന്നത് ആർക്ക് എന്നുള്ള അങ്ങനെയുള്ള ഒരു തടസ്സമോ ഒന്നുമില്ല. പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം, അതിനുവേണ്ടി ഒരു 2 മണിക്കൂർ സമയം നീക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറുപടിയാണ്. ആ ഒരു തരത്തിൽ 10 മണിക്ക് തന്നെ പരിപാടി ആരംഭിച്ച് 1 മണിക്ക് തീരുന്ന ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ DC പ്രസിഡന്റ് CP മാത്യു, ജോയ് തോമസ്, AN ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി ജയന്തി സന്ദേശയാത്രയും പോലീസ് സ്റ്റേഷൻ ശുചീകരണവും നടത്തി. സന്ദേശയാത്ര കോളേജ് പ്രിൻസിപ്പാൾ ജെന്നി K. അലക്സ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന രാഷ്ട്രപിതാവിന്റെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ന്യൂമാൻ കോളേജ് NCCയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആചരിച്ചു. ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം തൊടുപുഴ ഗാന്ധി സ്ക്വയറിലേക്ക് കേഡറ്റുകളുടെ റാലി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല, യുദ്ധം പഠിപ്പിക്കുകയില്ല, മറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ തലകുലിക്കാതെ നമ്മുടെ മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതൊരു വലിയൊരു തത്വമാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഗാന്ധിയൻ ദർശനത്തിന്റെ പ്രസക്തി നിഴലിക്കുന്നത്.
ഗാന്ധി എന്ന് പറയുന്നത് ഒരു വിശുദ്ധ മന്ദിരമാണ്. ആ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അദ്ദേഹം തുറന്നു വെച്ച കാണിച്ചു തന്ന ദർശനങ്ങളും ചിന്തകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏറെ ശ്രദ്ധയാകർഷിച്ചുള്ള, പ്രത്യേകിച്ച് ലോക നേതാക്കളുടെ ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കുക, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഏത് വിധത്തിലാണ് നമ്മൾക്ക് വഴി തെളിച്ചു തന്നത് എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, അദ്ദേഹം കാണിച്ചു തന്ന അദ്ദേഹം നമുക്ക് വെട്ടിത്തെളിച്ചു തന്ന വഴിയിലൂടെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് പോലും ഇപ്പോൾ ആൾക്കാർ ഒരു വിമർശന ബുദ്ധിയോടെ കാണുമ്പോൾ ഇത്രത്തോളം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം സുരക്ഷിതരായിട്ട് നമുക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും ഈ പറയുന്ന നമ്മളുടെ ഇന്നത്തെ ഈ അവസ്ഥ, എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ളൊരു അവസ്ഥ ഭാവി തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ ഗാന്ധിയൻ ദർശനത്തെ തിരിച്ച് നമ്മളുടെ വഴിത്താരയിലേക്ക് കൂടുതൽ ആർജവത്തോടെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ സബ് ഇൻസ്പെക്ടർ ബിജു VA എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെത്തി രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി വേഷധാരിയായി എത്തിയ തോമസ് കുഴിഞ്ഞാലിൽ സന്ദേശം നൽകി. തുടർന്ന് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ, ലാൻസ് നായിക്, സന്തോഷ് കുമാർ വാർ മെമ്മോറിയൽ എന്നിവിടങ്ങൾ കേഡറ്റുകൾ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ തൊടുപുഴ സബ് ഇൻസ്പെക്ടർ കണ്ണൻ S ഉദ്ഘാടനം ചെയ്തു. വിവിധ കർമ്മ പരിപാടികൾക്ക് അണ്ടർ ഓഫീസർ കിരൺ ജേക്കബ്, ജോയിസ്, നിരഞ്ജന രാജൻ, അലൻ രാജൻ, നന്ദന രാജൻ, സഞ്ജന സന്തോഷ്, ശിവപ്രിയ, കാർത്തിക് K ചന്ദ്രൻ, മുഹമ്മദ് ഷാഫി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ നഗരസഭാ തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ K ദീപക് ഗാന്ധി സ്ക്വയറിലുള്ള രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തിക്കൊണ്ട് നഗരസഭാ തല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ നഗരസഭാതല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ K ദീപക് ഗാന്ധി സ്ക്വയറിലുള്ള രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തിക്കൊണ്ട് നഗരസഭാതല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അതിശക്തമായ സമരം നടത്തി, അഹിംസയും സഹന സമരവും നടത്തി ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിനും സ്വാതന്ത്ര്യത്തിന്റെ വെള്ളരിപ്രാവുകളെ ഇവിടെ ആകാശത്തേക്ക് ഉയർത്തുന്നതിനും അദ്ദേഹം നടത്തിയ ഒരു സമരം, അത് ഈ രാജ്യം മാത്രമല്ല ഈ ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയാനും, അത് പറയുക മാത്രമല്ല അത് ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച് കാണിക്കാനും സാധിച്ച ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു മഹാത്മജി. ഈ ലോകാത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ലോകത്ത് അപൂർവമായി ജനിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിത്വം, ആ മഹാത്മജി കാണിച്ചു തന്ന പാതയിലൂടെ ഓരോ ഇന്ത്യക്കാരനും മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് അഖണ്ഡതയും ഐശ്വര്യവും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ഒന്നിച്ചു ചേർത്ത് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഈ രാജ്യത്തോടുള്ള സ്നേഹവും അതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങളോടും ഒക്കെ ഏക സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്നതിനൊക്കെ ഓരോ ഇന്ത്യക്കാരനും കഴിയട്ടെ ഈ അവസരത്തിൽ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MA കരീം, PG രാജശേഖരൻ, കൗൺസിലർമാരായ ജോസഫ് ജോൺ, R ഹരി, സനീഷ് ജോർജ്, ജിഷ ബിനു എന്നിവർ നേതൃത്വം നൽകി. നഗരസഭ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചിതറിക്കിടന്ന പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ, കുപ്പികൾ എന്നിവ തരംതിരിച്ച് ശേഖരിച്ച് നീക്കം ചെയ്യുകയും കാട് പിടിച്ചു കിടന്ന ഭാഗം ബ്രഷ് കട്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറണാംകുന്നിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല പരിപാടിയോടനുബന്ധിച്ച് പൈനാവ് ടൗണിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ ഉന്നതിയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ സന്ദേശം, അദ്ദേഹം ലോകത്തിൻ്റെ വലിയ സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എളിമയുടെ മാർഗത്തിലൂടെ, ദാരിദ്ര്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അദ്ദേഹം ഓരോ ചുവടുവെപ്പും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹന സമരങ്ങളാണ് സത്യവും അഹിംസയിലും ഉറച്ചു നിന്നുകൊണ്ട് വലിയൊരു മാർഗദർശനമാണ് നമുക്ക് നൽകുന്നത്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുവാൻ സഹന സമരങ്ങളിലൂടെ സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ആ അഹിംസാ തത്വത്തിൽ ഉറച്ചുകൊണ്ട്, സത്യത്തിൽ ഉറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ടമായിരുന്നു വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു, ഹരിതകർമ്മസേന അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറണാംകുന്നിൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഒക്ടോബർ 8 വരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കും. സേവന വാരത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ റാലി, വിവിധ മത്സരങ്ങൾ, സ്കിറ്റുകൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ വിദ്യാരംഭം നടന്നു. ഇതോടൊപ്പം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചു. വിവിധ കലാരൂപങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ജില്ലയിലെ തന്നെ ഏക സ്ഥാപനമാണ് മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഡയറക്ടർ RLB തനുജ K ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. തൊടുപുഴ മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ വിദ്യാരംഭവും പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ മ്യൂസിക്, വയലിൻ, ഗിത്താർ, കീബോർഡ്, പഞ്ചവാദ്യം, ഡ്രോയിങ്, കളറിംഗ്, ക്രാഫ്റ്റ്, കളരിപ്പയറ്റ് എന്നിങ്ങനെ വിവിധ കലകളുടെ സമന്വയ സ്ഥാനമായ തൊടുപുഴ മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് വിവിധ കലാരൂപങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ജില്ലയിലെ തന്നെ ഏക സ്ഥാപനമാണ്. ഡയറക്ടർ RLB തനുജ K ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 7:30 വരെയും ഞായറാഴ്ച റെഗുലർ ക്ലാസുകളുമാണ് നടത്തിവരുന്നത്. തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപം മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ദക്ഷിണ ചടങ്ങ് നടക്കുകയാണ്. പുതിയ അഡ്മിഷൻ ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവിധ ഇൻസ്ട്രുമെൻറ്റ്സ് ഒത്തിരി ഐറ്റമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് നമ്മുടേത്. അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സ്, കൂടുതൽ സമയം ക്ലാസ്സുകൾ, പ്രാക്ടീസ്, അങ്ങനെ വിവിധ ഇനങ്ങളിൽ നല്ല രീതിയിൽ നടന്നു വന്നിരിക്കുന്നു. ഇത്രയും നാളും നമ്മളോട് സഹകരിച്ച പേരൻസിനും
മറ്റുള്ളവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ അഡ്മിഷന് ആഗ്രഹിക്കുന്നവർ ഇന്ന് എത്തിച്ചേരാവുന്നതാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8590480589 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 186-ാം ജന്മദിനം ആചരിച്ചു. DC പ്രസിഡന്റ് CP മാത്യു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ദിവസം ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഗാന്ധിയെ തമസ്കരിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയെ തമസ്കരിക്കാനും മഹാത്മജിയെ ഇകഴ്ത്താനും അതുവഴി രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഗാന്ധിയൻ സ്മരണകളെ ഇല്ലാതാക്കി സംഘപരിവാറുടെ ശക്തികൾ ലോകത്ത് രാജ്യത്ത് ഉറഞ്ഞു തുള്ളുന്നൊരു കാലഘട്ടത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ വിദേശ രാഷ്ട്രങ്ങൾ അവരുടെ രാജ്യങ്ങളിലെല്ലാം തന്നെ മഹാത്മജിയുടെ മണ്ഡപങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത് നമുക്ക് ലോകത്ത് ഓരോ രാഷ്ട്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. മഹാത്മജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെ അത് സംഘപരിവാറുടെ ശക്തികളുടെ കൈകളിൽ കളിച്ച കളിപ്പാവയായിരുന്നു. ആ നാഥുറാം ഗോഡ്സെക്ക് അമ്പലം പണിയുന്ന ആളുകൾ, ആ നാഥുറാം ഗോഡ്സെയുടെ ചാരം വെച്ച് പൂജിക്കുന്ന ആളുകൾ ഗാന്ധിജിയെ ഇകഴ്ത്താനും ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഗാന്ധിയ സൂക്തങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതുവഴി കോൺഗ്രസിനെയും തകർക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്ന സംഘപരിവാര ശക്തികളുടെ കൈകളിൽ പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPC മെമ്പർമാരായ MK പുരുഷോത്തമൻ, നിഷ സോമൻ, DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി, DC ജനറൽ സെക്രട്ടറിമാരായ NI ബെന്നി, TJ പീറ്റർ, ജോസ് ഓലിയിൽ, ജിജി അപ്രേം, റോബിൻ മൈലാടി, KK തോമസ്, CS മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ സെബാസ്റ്റ്യൻ മാത്യു, MS സജീവ്, ബിജോയ് ജോൺ, മാർട്ടിൻ ജോസഫ്, ജോസഫ് മാണി, ഷാഹുൽ മങ്ങാട്ട്, P പൗലോസ്, ജോർജ് താനിക്കൽ, ജിന്ന, VJ സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം കന്നി പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനായി വിശ്വാസികളുടെ ഒഴുക്ക്. ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വാവ 340 വർഷം മുമ്പ് നടന്നു എത്തിയ ഓർമ്മ പുതുക്കിയാണ് കാൽനടയായി ഒറ്റയ്ക്കും കൂട്ടായും വിശ്വാസികൾ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തുന്നത്. ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ എൽദോ മാർ ബെസേലിയോസ് ബാവായുടെ 340-ാം ഓർമ്മ പെരുന്നാളിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബാവ 340 വർഷം മുൻപ് നടന്നെത്തിയ ഓർമ്മ പുതുക്കിയാണ് കാൽനടയായി ഒറ്റയ്ക്കും കൂട്ടായും വിശ്വാസികൾ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തുന്നത്. ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലുമൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ചെറിയ പള്ളി ഭരണസമിതിക്കൊപ്പം കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ M, കോതമംഗലം CIT P ബിജോയ്, കോതമംഗലം ഫയർഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യു, കോതമംഗലം നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ഷെജി KA എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ആവശ്യമായ സൗകര്യങ്ങളൊരുക്കി പെരുന്നാൾ സുരക്ഷയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സജീവമായി രംഗത്തുണ്ട്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി കോതമംഗലം നഗരസഭ ആരോഗ്യ വിഭാഗം പൂർണ്ണമായും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പെരുന്നാൾ കഴിയുന്നതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. നല്ല കാലാവസ്ഥയിൽ പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും മറ്റ് സർക്കാർ വകുപ്പുകളെല്ലാം ഏകോപനത്തോടുകൂടി നല്ല രീതിയിലാണ് പെരുന്നാൾ പല അകലെ നിന്നുള്ള തീർത്ഥാടന സംഘങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ വർഷക്കാലും കൂടുതൽ നല്ല ജനക്കൂട്ടം ഈ ഇത്തവണ പെരുന്നാളിലുണ്ട്. അതിന് പ്രത്യേകത വിപുലമായ സംഘാടക സമിതി ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ള ദീർഘുലക് സെൽവി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നഗരസഭാ ചെയർമാൻ മറ്റെല്ലാ സർക്കാരും പോലീസ് മറ്റ് DSP ബിജുവിനെ നേതൃത്വത്തിലുള്ള അവരെ ആരോഗ്യ SP ഹേമലത അവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സേനകം പള്ളിയിൽ പെരുന്നാളിനെത്തുന്ന 10,000-കണക്കിന് വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ആന്റണി ജോൺ പെരുന്നാൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ സജീവ സാന്നിധ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദിയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ മൈജിക്ക് സമീപം ജോൺസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ അമ്പിളി രാധാകൃഷ്ണൻ നിർവഹിച്ചു. വിവിധതരം പെയിന്റിംഗ് റിങ്സ്, ക്രിയേറ്റീവ് ഗ്രാഫ്റ്റ്സ്, നീഡിൽ വർക്ക്, ജ്വല്ലറി ആൻഡ് ക്രിയേറ്റീവ് വർക്ക് എന്നിവയിൽ ഇവിടെ പരിശീലനം നൽകുന്നു. പ്രായഭേദമന്യേ തുടക്കക്കാർക്കുൾപ്പെടെ ക്ലാസ്സിൽ പങ്കെടുക്കാം. ദിയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ മൈജിക്ക് സമീപം ജോൺസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ അമ്പിളി രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഫാബ്രിക്, മ്യൂറൽ, ടീ, കോഫി പെയിന്റിംഗ്സ്, പോട്ട്, ഗ്ലാസ്, സിൽക്ക് പെയിന്റിംഗ്സ്, പീകോക്ക് പെയിന്റിംഗ്, ത്രെഡ് പെയിന്റിംഗ്, അക്വാ പെയിന്റിംഗ്, എംബ്രോയിഡറി, നെറ്റിപ്പട്ടം മേക്കിംഗ്, കട്ട് ചെയിൻ, കുത്തൻ സ്റ്റോൺ, ഇൻവിസിബിൾ ചെയിൻ, ടെറാക്കോട്ട, ജ്വല്ലറി മേക്കിംഗ്, കേക്ക് ബേക്കിംഗ് തുടങ്ങിയവയിൽ ഇവിടെ പരിശീലനം നൽകുന്നു. ദിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന സ്ഥാപനം ഇന്ന് മുതൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മ്യൂറൽ പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ് ഇവയെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം, നമുക്കറിയാവുന്ന ഒരു വിദ്യ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റു വീട്ടമ്മമാരെയും മറ്റുള്ളവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക, പിന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്തു സഹായിക്കുക. ഓക്സിഡൈസ്ഡ് ജുവല്ലറി എന്ന് പറയുന്ന ഇതാണ്, നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ്. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയാണ് ഇത്. മെറ്റീരിയൽ മേടിച്ച് നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഡ്രസ്സ്, സാരി, ചുരിദാർ അങ്ങനെയുള്ള ഡ്രസ്സുകളിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നതാണ്. ബോട്ടിൽ ആർട്ട്, വേറെ പിക്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്, ചെയ്യാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഫ്യൂഷൻ നെറ്റിപ്പട്ടം ആളുകൾ കസ്റ്റമറുടെ ഇത് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. മ്യൂറൽ പെയിൻറ്റിങ് ക്യാൻവാസ് ചെയ്തതാണ്, അതുപോലെ അതിൻ്റെ അളവ് ഇതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഫ്യൂഷൻ നെറ്റിപ്പട്ടം, ഇത് 2 ഫീറ്റ് നെറ്റിപ്പട്ടമാണ്. കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഏത് ഇതിൽ വേണം ചെയ്തു കൊടുക്കുന്നത്. എല്ലാ പ്രായത്തിലുള്ളവർക്കും തുടക്കക്കാർക്കും ക്ലാസുകളിൽ പങ്കെടുക്കാം. അഡ്മിഷനും മറ്റു വിവരങ്ങൾക്കുമായി 9774342641, 8921251514 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്മൾ 10 മണി മുതൽ 5 മണി വരെ ഷോപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. പിന്നെ അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ വന്ന് അവർക്ക് പഠിക്കാവുന്നതായിരിക്കും. മ്യൂറൽ പെയിൻറ്റിങ്, നെറ്റിപ്പട്ടം, ക്രാഫ്റ്റ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉചിതമായ സമയത്ത് അവർക്ക് പഠിക്കാവുന്നതാണ്. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് നാഗപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. നാഗപ്പുഴ സെന്റ് മേരീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മൂവാറ്റുപുഴ MLA എൽദോസ് എബ്രഹാം ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ പോൾ നെടുമ്പുറത്ത് ഭദ്രദീപം തെളിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി സോമി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് നാഗപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. നാഗപ്പുഴ സെന്റ് മേരീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ചു.
മുൻ മൂവാറ്റുപുഴ MLA എൽദോ എബ്രഹാം ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർത്തമാന കാലഘട്ടം പുതിയ കാലം ആവശ്യപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറയുടെ ജീവിതം അത് ക്രമപ്പെടുത്താൻ അച്ചടക്കമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ തീർച്ചയായും സഹായകരമായി തീരുന്ന ഒന്നാണ് കരാട്ടെ എന്നുള്ളത്. കരാട്ടെ സ്പോർട്സ് അക്കാഡമിയുടെ ഒരു പുതിയ സെൻറ്റർ ഇന്ന് സമാരംഭം കുറിക്കുമ്പോൾ അത് ഈ പ്രദേശത്തെ ആകമാനമുള്ള കുടുംബാംഗങ്ങൾക്ക് ഉറപ്പായും ഒരു സന്തോഷ വർത്തമാനമാണ്. സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ പോൾ നെടുമ്പുറത്ത് ഭദ്രദീപം തെളിയിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ സെന്റ് മേരീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കല്ലറയ്ക്കൽ, സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി ഫ്രാൻസിസ്, കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനിൽ കെ മോഹൻ, സീമോൾ ബൈജു എന്നിവർ ആശംസയും ഷിജു ജോസഫ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഇൻസ്ട്രക്ടർമാരായ ഡിക്സൺ ബേബി, ഹിഷാം അനസ്, ഇഷാൻ ഖാൻ, സാജൻ ജോസഫ്, ഷിജു ജോസഫ്, ദിവ്യ അനൂപ്, റിൻജു സെബാസ്റ്റ്യൻ, സ്റ്റെഫി ഷിജു, അർഷിത, ബുസ്താന സക്കീർ, സ്നേഹ ജോർജ്, ഐശ്വര്യ അഭിലാഷ്, നക്ഷത്ര രാജൻ, ഡോക്ടർ അനീറ്റ ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. 150ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും 30 സ്പോട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഗാന്ധി ജയന്തിയിൽ ഗാന്ധി വേഷം ധരിച്ച് ഗാന്ധി മാർക്കത്തിന്റെ സന്ദേശം പകരുന്ന വ്യക്തിയെ പരിചയപ്പെടാം. തൊടുപുഴ വെട്ടിമറ്റം സ്വദേശിയായ തോമസ് കുഴിഞ്ഞാലിലാണ് ഗാന്ധി വേഷം ധരിച്ച് ഗാന്ധി മാർക്കത്തിന്റെ സന്ദേശം പകരുന്നത്. ഗാന്ധിയൻ തത്വചിന്ത എല്ലാ കാലത്തും പ്രസക്തമാണ്. ആ ചിന്തകൾ ഓരോ കാലഘട്ടത്തിലും പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയുമാണ്. അങ്ങനെ ഗാന്ധിയൻ തത്വചിന്തകൾ പ്രചരിപ്പിക്കുവാൻ ഗാന്ധിവേഷം ധരിച്ച പരിപാടികളിൽ സാന്നിധ്യമായാണ് തോമസ് കുഴിഞ്ഞാലിൽ തൊടുപുഴക്കാർക്ക് സുപരിചിതനായത്. 360-ൽ അധികം പരിപാടികളിലാണ് തോമസ് കുഴിഞ്ഞാലിൽ ഗാന്ധിവേഷം ധരിച്ചെത്തിയത്. 2005 മുതലാണ് ഗാന്ധിയൻ ചിന്ത പ്രചരിപ്പിക്കാൻ വേഷം ധരിച്ചു തുടങ്ങിയത്. നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച ദേശീയോദ്ഗ്രഥന റാലിയിലായിരുന്നു. പിന്നീട് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് സത്യാഗ്രഹം ഇരുന്നതും വാർത്തയായിരുന്നു. ഇത്രയും വർഷം കൊണ്ട് മികച്ച അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോമസ് കുഴിഞ്ഞാലിൽ പറയുന്നു. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം 2005 ഫെബ്രുവരി 20 ആയിരുന്നു. നെഹ്റു യുവകേന്ദ്ര അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ദേശീയോദ്ഗ്രഥന റാലിയുടെ മുൻനിരയിൽ 2500 കുട്ടികളോടൊപ്പം ആ റാലിയെ നയിച്ച അനുഭവമാണ് എനിക്കുള്ളത്. നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച ദേശീയോദ്ഗ്രഥന റാലിയുടെ അമരക്കാരനായി എൻ്റെ മനസ്സിൽ നിന്നുണ്ട ഉയർന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഈ ദേശീയോദ്ഗ്രഥന റാലി ഇന്ത്യയിൽ ആദ്യമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യുവാക്കൾ ആ പരിപാടിയിൽ അന്ന് പങ്കെടുത്തു. 2005 ശേഷം പ്രധാനമായി ഞാൻ സന്ദേശം നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണം, ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ടണലോ പുതിയ അണക്കെട്ടോ പണിത് ജനങ്ങളുടെ ആശങ്ക അകറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2007-ലും 2013-ലും മുല്ലപ്പെരിയാറിൽ ഞാൻ സന്ദേശം നൽകുകയുണ്ടായി. 2 അവസരങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഉപവാസം
ചർക്കയിൽ നൂൽനൂറ്റുകൊണ്ട് നിർവഹിച്ചു. അത് വലിയൊരു അനുഭവമായി തീർന്നു. ഞാൻ കൂടുതലും പബ്ലിക് പ്രോഗ്രാം അല്ല, സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് സന്ദേശങ്ങൾ നൽകിയ ഇന്ന് 2 പ്രോഗ്രാമുണ്ട്. വലിയ അനുഭവമാണ്. മഹാത്മജിയെ പ്രതിനിധീകരിക്കാനും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വളരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകാനും കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. ഇന്ന് ഞാൻ 364ാമത് വേദി നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ വലിയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓഫീസറായി 2009 റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ബാങ്കിലിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ്, 2005 തുടങ്ങിയതാണ് എൻ്റെ ആദ്യത്തെ ഗാന്ധി സന്ദേശയാത്ര. ഇന്ന് അതിൻ്റെ 364ാമത് വേദി പങ്കിടുമ്പോൾ തൊടുപുഴയിലെ ജനങ്ങൾ ദേശസ്നേഹത്തെപ്പറ്റിയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പറ്റിയുമുള്ള അവരുടെ ആകുലതകളൊക്കെ അകറ്റുവാനും അവരെ സമാശ്വസിപ്പിക്കുവാനും നമ്മുടെ അതിർത്തികളിൽ സേവനം ചെയ്യുന്ന സൈനികരെ ഓർമ്മിക്കാനുമുള്ള ഒരവസരം കൂടിയാണ് മഹാത്മജിയുടെ 186ാമത് ജന്മവാർഷിക ദിനം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ആദ്യമായി ഗാന്ധി വേഷത്തിൽ പരിപാടിയിൽ പങ്കെടുത്തത്. ബാങ്കിൽ നിന്ന് വിരമിച്ചതോടെയാണ് സജീവമാകുന്നത്. പൊതുപരിപാടികളെക്കാൾ സ്കൂൾ കോളേജ് പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. യുവജനതയിൽ ഗാന്ധിയൻ ആദർശം മുളപൊട്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. തന്റെ 75ാം വയസ്സിലും ചുറുചുറുക്കോടെ ഗാന്ധിയൻ ആദർശങ്ങളുമായി യുവതയെ തോമസ് കുഴിഞ്ഞാലിൽ നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു. ഇടവെട്ടി സാഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു. ഇടവെട്ടി സാഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. വിദേശത്തേക്ക് അവസാനം അവർ അങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ നാട്ടില് അവരവരുടെ പറമ്പിലും പരിസരത്തിലും പാൽ നടന്ന് അയൽക്കാരും ബന്ധക്കാരും നാട്ടുകാരുമായിട്ട് ഒക്കെ ഒരു ഉല്ലാസം പങ്കിട്ടുകൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു മാതാപിതാക്കൾക്ക് വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വാർഡിലെ മുതിർന്ന അംഗം ഖദീജ സുലൈമാൻ മുണ്ടയ്ക്കൽ കേക്ക് മുറിച്ചു. തൊടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ് CM വയോജന ദിന സന്ദേശം നൽകി. സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മുഹമ്മദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിൽ, പ്രണവം ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് TC, സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ പല്ലവി, ഇബ്രാഹിം ഹുസൈൻ, വർക്കി പതിക്കാട്ടിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹനീഫ പാറേക്കണ്ടം, സോയ എബ്രഹാം, ഹലീമ മലയിൽ, സൽമി നാസർ എന്നിവർ ആശംസകൾ നേർന്നു. വയോജനങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് തൊടുപുഴ മെസഞ്ചർ ഇലക്ട്രോണിക്സ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. മെന്റലിസ്റ്റിലൂടെ ദയാ മെമ്പർ ഇബ്രാഹിം ഹുസൈൻ രസകരവും കൗതുകവും നിറഞ്ഞ പരിപാടിയിലൂടെ സദസ്സിന് സന്തോഷം പകർന്നു. തുടർന്ന് അല്ലസർ ഡെന്റൽ കോളേജിൽ സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പും നടത്തി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വയോജനങ്ങൾക്കും വാർഡ് മെമ്പർ ഷീജ നൌഷാദ് സ്നേഹോപഹാരങ്ങൾ നൽകി. യോഗത്തിന് വാർഡ് വികസന സമിതി അംഗം അബ്ബാസ് വടക്കേൽ സ്വാഗതവും അംഗൻവാടി ഹെൽപ്പർ ഗംഗ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടന്നു. പഞ്ചായത്തിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനാചരണത്തിന് തുടക്കമായത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDS എന്നിവയുടെയും നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സും നടന്നത്. പഞ്ചായത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനാചരണത്തിന് തുടക്കമായത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയെ വിസ്മരിക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പല കോണുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഗാന്ധിയുടെ ചരിത്രം മാറ്റുവാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷം ഇന്ന്
ലോകമെമ്പാടും ലോകമെമ്പാടും ഇന്ന് ആചരിക്കുന്നു. നമുക്കറിയാം, ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് ഗാന്ധിയെ പോലെ ഒരാൾ ഇനി ജനിക്കുമോ ഇല്ലേ എന്നറിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിരോധവും സ്നേഹവും അഹിംസയും കൊണ്ട് രാജ്യത്തിന് വഴികാട്ടിയായി വന്ന മഹാത്മാഗാന്ധി ഇനി ഒരിക്കലും ഇങ്ങനെ ജന്മം ഉണ്ടാകുമോ എന്നറിയില്ല എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS ബെന്നി, KK ഹുസൈൻ, പ്രിയ സന്തോഷ്, ശ്രീകല സി, പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് MR, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി എന്നിവർ സംസാരിച്ചു. കോതമംഗലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK ബാലകൃഷ്ണൻ നായർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂപതിവ് ചട്ട ഭേദഗതിയെ ഖജനാവ് നിറയ്ക്കാനുള്ള ഉപാധിയായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നുമാൻ കോളേജിൽ NCCയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ നഗരസഭ തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ K ദീപക് ഗാന്ധി സ്ക്വയറിലുള്ള രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇടുക്കി ജില്ലാതല ശുചീകരണ യജ്ഞം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.